ഹലോ ഗൈസ്. അപ്പം നമ്മൾ കുറേ നാളായി ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ വീഡിയോ തന്നെ ഇട്ടിട്ട് കുറേ നാളായി. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം അതെന്താണെന്നല്ലേ, ഏതായാലും ഈ ഐറ്റം അല്ല, വേറൊരു ഐറ്റം ഉണ്ട്. അപ്പം ഇതുപോലുള്ള വീഡിയോ ഒക്കെ കിട്ടാനായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഏതായാലും വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ ഇന്ന് ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ ആ സാധനം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുള്ളൊന്ന് കാണണം. അപ്പോൾ നമുക്ക് നേരെ സാധനത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റം മറ്റൊന്നുമല്ല, ഇതാണ്. ഇതിൻ്റെ ഈ ഒരു കവറും ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു RC കാറാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. തൽക്കാലം ഇത് വിട്ടിരിക്കട്ടെ. ഇതിനകത്ത് ഒരു കാറും ഒരു റിമോട്ടും പിന്നെ മറ്റേ റീചാർജബിൾ ബാറ്ററി ഇല്ലേ, ആ സാധനവും ഇതിനകത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആദ്യം തന്നെ നമ്മുടെ റിമോട്ട് കിട്ടിയിട്ടുണ്ട്. ബാറ്ററി ഇവിടെ ഇടണം. ബാറ്ററി ഇടാനുള്ള ഇതിൻ്റെ ബാറ്ററി അവർ തന്നിട്ടില്ല, അത് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങണം. പിന്നെ വണ്ടിക്ക് ഇടാനുള്ള ബാറ്ററി ഇതിനകത്തുണ്ട്. പിന്നെ ഒരു ചാർജറും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് കവറൊന്നും ആവശ്യമില്ലല്ലോ. ടയറൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടയറാണ്. ഏതായാലും നമുക്ക് ബാറ്ററി ഒക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഇതിൻ്റെ ബാറ്ററി ഇടേണ്ടത്. ഇതിന് ഒരു സ്ക്രൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഉണ്ട്. ഫ്രണ്ടിലും കൂടെ ഒക്കെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിപ്പം ഇവിടെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടി കൊള്ളാം. ഇനി ഇത് വർക്ക് ചെയ്യുമെന്നറിയാൻ നമുക്ക് ബാറ്ററി ഇതിനോട് ഇട്ട് നോക്കാം. ഇതിപ്പം ഓഫ് ചെയ്ത് വെക്കാം. പറഞ്ഞാൽ ഇതൊക്കെ അഴിക്കാൻ സ്റ്റാറുള്ള ആ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതൊക്കെ വെച്ച് അഴിക്കാനാണെങ്കിലും ഭയങ്കര പാട്. ഇവിടെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറും ഇല്ല. പിന്നെ ഇവിടെ ആയിട്ട് ഓണും ഓഫും ബട്ടൺ ഉണ്ട്. കത്തുന്നുണ്ട്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. വർക്കാവുന്നുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഓടിച്ചൊക്കെ ഒന്ന് നോക്കാം. നമുക്കിത് വെളിയിലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. കല്ലിൻ്റെ പുറത്തൊക്കെ നല്ലപോലെ പോകുമല്ലോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വെളിയിലും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. അത്യാവശ്യം ഈ ഒരു റേറ്റിന് നല്ലൊരു സാധനം തന്നെയാണ്. നമ്മൾ ഈ കല്ലിലൊക്കെ കയറുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിയും താഴെയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ വേണമെന്ന് തോന്നിയത് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. അതല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ലൊരു RC കാർ തന്നെയാണ്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി RC കാറാണിത്. ഈ സാധനം ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല, ഒരു കടയിൽ ഓഫറിന് കിട്ടിയപ്പം വാങ്ങിച്ചതാണ്. പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. ഇതിൻ്റെ ചാർജ് കഴിയുമ്പം അത് ഊരിയിട്ട് ഈ ഒരു ചാർജറിൽ എങ്ങനെയൊക്കെയോ കുത്തിയിടണം. സാധാ ചാർജർ C പോർട്ട് അതൊന്നും അല്ല, വേറെ ഏതോ രീതിയിലാണ്.
അത് ഊരാവുന്നതാണ്. ആ ഒരു സാധനത്തെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഊരി വരും. എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചാർജിങ് പോർട്ടിൽ കുത്തിയിട്ടാൽ മതി. പിന്നെ ഈ ഒരു സാധനത്തിൽ മറ്റേ സാധാ ബാറ്ററി തീരുമ്പം വാങ്ങിച്ചിടുക. പിന്നെ അല്ലാതെയും ഈ ബാറ്ററി ആണെങ്കിലും റീചാർജബിൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വാങ്ങാം. ഏത് വാങ്ങിച്ചാലും ബാറ്ററി ഇട്ടാലേ വർക്ക് ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഗേൾസിനോടാണ്. അഥവാ നിങ്ങളിപ്പം നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിന് വാലന്റൈൻസ് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കിത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു എല്ലാവരും കൊടുത്തു കാണും. ഇന്നല്ലായിരുന്ന വാലന്റൈൻസ് ഡേ, ഇപ്പോൾ വൈകിട്ടായില്ലേ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർഷം ഉണ്ടല്ലോ, അടുത്ത വർഷം വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ചുമ്മാ താനേലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഈ സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഈ സാധനമൊക്കെ വാലന്റൈൻസ് ഗിഫ്റ്റായിട്ട് കിട്ടിയാലും നല്ലല്ലേ? അതോ നിങ്ങൾ ഡയറി മിൽക്ക് മാത്രമേ തിന്നത്തുള്ളൂ? ഏതായാലും ഈ സംഭവം കൊള്ളാം. നിങ്ങൾ ഇതേ സാധനം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള RC കാർ അതിനകത്തുണ്ട്. ഏകദേശം 800 അല്ലെങ്കിൽ 1000-നകത്ത് നിൽക്കുന്ന നല്ല കാറുകളും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. അപ്പം ശരി, ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഞാൻ ഇതുകൊണ്ട് പോയി കളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ.